മുതലപ്പുഴയിലെ ഡ്രഡ്ജിംഗ് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. താൽക്കാലികമായ അപായ സൂചകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേമനിധിയിലില്ലാത്ത മരിച്ച മത്സ്യത്തൊഴിലാളികൾക്ക് CMDRF-ൽ നിന്നും 2 ലക്ഷം രൂപ നൽകുമെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ഞങ്ങൾ 2 വകുപ്പ് മന്ത്രിമാർ ചേർന്ന് അദാനിയുടെ പ്രതിനിധികളുമായി ചർച്ച ചെയ്ത് സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ദീർഘിപ്പിച്ച സമയം കൊടുത്തിട്ടുണ്ട്. അവർ ആ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുക. താൽക്കാലികമായി അവിടെ ഒരു സമിതി തന്നെ രൂപീകരിച്ച് ഒബ്സർവേഷന് വേണ്ടിയുള്ള ഒരു സംവിധാനം ഒരുക്കുകയും അതോടൊപ്പം തന്നെ അവിടെ പ്രത്യേകമായി സുരക്ഷാ ഭടന്മാരെ നിയോഗിക്കുകയും അതേപോലെ തന്നെ അവർക്ക് ലൈഫ് ജാക്കറ്റ് നൽകുകയും പ്രത്യേകമായി അപകട സമയത്ത് പോകാതിരിക്കാനുള്ള പൊതു തീരുമാനം മത്സ്യത്തൊഴിലാളികളും അതുപോലെ തന്നെ അവിടുത്തെ ജനപ്രതിനിധി എല്ലാം കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുകയും അതോടൊപ്പം ഹൈമാക്സ് ലൈറ്റ് സ്ഥാപിക്കാനും ആംബുലൻസ് സർവീസ് ഉറപ്പാക്കാനും ഇങ്ങനെയുള്ള എല്ലാ പശ്ചാത്തല സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് എന്ന കാര്യം അറിയിക്കും. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട തൊഴിലാളിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഭവത്തിൽ ഏറ്റവും അവസാനത്തെ 5/9/2022 സംഭവിച്ച കഹാറിന്റെ 2 മക്കൾ മരണപ്പെട്ടിരുന്നു. ഉസ്മാൻ, മുസ്തഫ. ഇവർക്ക് CMDRF-ൽ നിന്ന് 2 ലക്ഷം രൂപ വീതം നൽകിയിരുന്നു.